ഹേ ഫാം, അങ്ങനെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല. അതിൽ എൻ്റെ കുറച്ച് തീരുമാനങ്ങളാണ് ഹെൽത്ത്, ഹെയർ, സ്കിന്ന് ഇതൊക്കെ നന്നായി ഒന്ന് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ ഇന്ന് ഞാൻ നേരെ ജിമ്മിന് പോയി. രാവിലെ ജിമ്മിന് പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും നമ്മളൊരു ഷവർ എടുക്കുമല്ലോ, അപ്പോൾ ഇന്ന് ഹെയറിന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഹെയർ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയുണ്ടാവും, ഭയങ്കര ഫ്രിസി ആയി. കാരണം കുറച്ച് റഫ് ഡേയ്സ് ആയിരുന്നു, ട്രാവലിങ്ങും എക്സാംസും അങ്ങനെ. അപ്പോൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കേളി ഹെയർസ് ഉള്ളവർക്കറിയാം, ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എന്തൊരു കഷ്ടപ്പാടല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇന്നൊരു ഹെയർ സ്പാ ഡേ അറ്റ് ഹോം ആയാലോ എന്ന്. അപ്പം അതിന് വേണ്ടി മേടിച്ചൊരു പ്രൊഡക്റ്റാണ് ഇത്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. കുറേ ഇൻസ്റ്റാ റീൽസ് കണ്ടിട്ട് ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇന്ന് നമുക്കിത് ട്രൈ ചെയ്തിട്ട് ഞാനിത് എങ്ങനെയുണ്ടെന്ന് പറയാം. ആദ്യം ഒരു മൈൽഡ് ഷാമ്പു എടുത്ത് ഹെയർ നന്നായി ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ബിഫോർ ഈ ക്രീം അപ്ലൈന് മുന്നേ നമുക്കൊന്ന് ഹെയർ ഒന്ന് വാഷ് ചെയ്യണം, വെറ്റാക്കണം. പിന്നെ എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഈ ഹെയർ ഓരോ പാർട്ട് സെക്ഷൻസ് ആണെങ്കിൽ സെക്ഷൻസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ടോപ്പ് ഭാഗം മാത്രം ഒന്ന് പിൻ ചെയ്ത് ബാക്കി അടി ചെയ്ത് ഈ ക്രീം അപ്ലൈ ചെയ്ത് നോക്കുക. ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഇതാട്ടോ, നല്ല സ്മെൽ എന്തായാലും. ഈ ക്രീം എന്നിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ കാണിക്കുന്നത് സെലൂണിൽ നമ്മൾ ഹെയർ സ്പായ്ക്കൊക്കെ പോകുമ്പം അവർ തേക്കുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. ഈ ക്രീം മൊത്തം എല്ലായിടത്തും പുരട്ടി നല്ല സ്കാൽപ്പിൽ നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ചിട്ട് ഇത് കവർ ചെയ്യാം. ഞാനിതൊരു ഷവർ ക്യാപ്പ് ഇട്ടിട്ട് കവർ ചെയ്യാനാണ് ഹെയർ മൊത്തത്തിൽ. ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ ക്രീം ഫുൾ അപ്ലൈ ചെയ്ത് ഒരു മസാജും കൊടുത്ത് കുറച്ച് ഹെയർ ക്യാപ്പ് സെറ്റ് ചെയ്ത് ഇനി ഒരു മിനിമം 50 മിനിറ്റ്സ് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം. അങ്ങനെ ഹെയർ വാഷ് ചെയ്ത് ഒരു ടൗൽ വെച്ച് റാപ്പ് ചെയ്ത് കുറച്ച് എക്സസ് വാട്ടർ ഒന്ന് ഒപ്പിയെടുത്ത് ബാക്കി നമുക്ക് ഹെയർ ഡ്രൈ വെച്ചിട്ട് ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഞാനിവിടെ സ്റ്റൈൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ഹെയർ ഒന്ന് ഡ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആസ് എ ഫസ്റ്റ് യൂസർ എനിക്ക് ഇതിൽ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഡ്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹെയർ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം എന്തോരം ഇത് സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊരു വീക്ക്ലി ട്വൈസ് ചെയ്താൽ ഒരു ബെറ്റർ റിസൾട്ട് എന്തായാലും ഉറപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഹെയർ കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും എന്തോരം ഹെയർ ഹൈഡ്രേറ്റ് ആയി, എന്തോരം മോയ്സ്ചറൈസ് ആയി ഒക്കെ. അപ്പോൾ ഇതൊരു വീക്ക്ലി ട്വൈസ് ചെയ്താൽ എന്തായാലും നല്ല റിസൾട്ട് ഉറപ്പാണ്. എൻ്റെ കേൾസ് കുറച്ചും കൂടി മാനേജബിളായി. അപ്പോൾ ഓക്കെ, ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറ. ബൈ ബൈ.